സംസ്ഥാനത്ത് സർക്കാർ ചട്ടം മറികടന്ന് 64 ഡോക്ടർമാർ സ്വകാര്യ പ്രാക്ടീസ് നടത്തിയെന്ന് കണ്ടെത്തൽ. ഓപ്പറേഷൻ പ്രൈവറ്റ് പ്രാക്ടീസ് എന്ന വിജിലൻസ് പരിശോധനയിലാണ് കണ്ടെത്തൽ. വിവിധ മെഡിക്കൽ കോളേജുകളിലെ 19 ഡോക്ടർമാരും സ്വകാര്യ പ്രാക്ടീസ് നടത്തിയെന്ന് കണ്ടെത്തി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശ് ചേരുന്നു. അഞ്ജു, സർക്കാർ ചട്ടങ്ങൾ ലംഘിച്ച് ഡോക്ടർമാർ സ്വകാര്യ പ്രാക്ടീസ് നടത്തിയതിൻ്റെ വിവരങ്ങളാണിപ്പോൾ പുറത്തുവരുന്നത്. ഈ ഓപ്പറേഷൻ പ്രൈവറ്റ് പ്രാക്ടീസ് എപ്പോഴാണ് നടന്നത്? ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ? ലക്ഷ്മി, ഇന്നലെ വൈകിട്ടാണ് സംസ്ഥാനമൊട്ടാകെ വിജിലൻസിന്റെ 70 ടീമുകളായി തിരഞ്ഞുകൊണ്ടുള്ള മിന്നൽ പരിശോധന നടത്തിയത്. ഇന്നലെ നടന്ന മിന്നൽ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ മെഡിക്കൽ കോളേജുകളിലെ നോൺ പ്രാക്ടീസ് അലവൻസ് വാങ്ങുന്ന 19 ഡോക്ടർമാരും വിജിലൻസിന്റെ പിടിയിലായിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ സർക്കാർ ആശുപത്രികളിലെ 64 ഡോക്ടർമാരും ഇത്തരത്തിൽ സ്വകാര്യ പ്രാക്ടീസിംഗ് നടത്തുന്നതിന്റെ ഭാഗമായിട്ട് വിജിലൻസിന്റെ പിടിയിലായിട്ടുണ്ട്. പ്രധാനമായും കോഴിക്കോട് ജില്ലയിൽ നിന്ന് 8, ആലപ്പുഴ ജില്ലയിൽ നിന്ന് 3, തൃശൂർ ജില്ലയിൽ നിന്ന് 2, തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നിന്ന് ഓരോരുത്തരും വീതമാണ് 19 മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പിടിയിലായത്. ഈ വലിയ തരത്തിലുള്ള പരിശോധനയായിരുന്നു കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ പരിശോധനയിലാണ് 64 ഡോക്ടർമാർക്ക് സ്വകാര്യ പ്രാക്ടീസ് ഉണ്ടെന്ന് കണ്ടെത്തിയത്. ഓപ്പറേഷൻ പ്രൈവറ്റ് പ്രാക്ടീസ് എന്ന പേരിലായിരുന്നു വിജിലൻസ് ഈ പരിശോധന നടത്തിയത്. പകരം കിട്ടുന്ന പ്രത്യേക ഭത്തയും വാങ്ങിയ ശേഷമാണ് ഈ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നതെന്നാണ് വിജിലൻസ് പറയുന്നത്. ഈ കൈപ്പറ്റുന്നത് അടിസ്ഥാന ശമ്പളത്തിന്റെ 4/1 പ്രത്യേക ഭത്തയാണെന്ന് കൂടിയാണ് വിജിലൻസ് പറയുന്നത്. മാത്രമല്ല, ഇന്നലെ ഈ പരിശോധനയിൽ കണ്ടെത്തിയ 64 ഡോക്ടർമാരുടെ വിശദ വിവരങ്ങൾ അത് സർക്കാരിന്, ആരോഗ്യ വകുപ്പിന് നൽകുമെന്നും വിജിലൻസ് വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി ആരോഗ്യ വകുപ്പിൽ നിന്നുകൂടി ഇവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം. ലക്ഷ്മി. അഞ്ജു ജയപ്രകാശ് തിരുവനന്തപുരത്ത് നിന്നും വിവരം.